ഒരു ഭയങ്കര തിരക്കുള്ള സിറ്റിയും അവിടെ മൂലയ്ക്കിരിക്കുന്ന ഒരു ട്രാഷ് ബോക്സും കാണിച്ചിട്ടാണ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത സീനിൽ കയ്യിലിരിക്കുന്ന പാവേനെ നോക്കി സങ്കടപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ് കാണിക്കുന്നത്. അവൾ പറയുന്നുണ്ട്, അയ്യോ ഈ പാവ റൂയിനായി പോയല്ലോ എന്ന്. അപ്പോൾ അവളുടെ അമ്മ പറയുന്നുണ്ട്, ശരി നമ്മളിതിപ്പോൾ മേടിച്ചതല്ലേ ഉള്ളൂ, ഇതിനെ നമ്മൾ നന്നാക്കി എടുക്കുകയാണെങ്കിൽ ഇതിനെ കാണാൻ വലിയ ഭംഗിയൊന്നും കാണത്തില്ല, സോ നമുക്കൊരു കാര്യം ചെയ്യാം, പുതിയത് മേടിക്കാം. ഇതും പറഞ്ഞ് അവർ ആ പാവേനെ ട്രാഷിലോട്ട് ഇടുകയാണ്. അവരെ കൊണ്ട് ഡിസ്പോസ് ചെയ്യുന്ന ട്രാഷൊക്കെ നേരെ ഒരു ട്രക്കിൻ്റെ ഉള്ളിലോട്ട് പോകുന്ന കാണിക്കുകയാണ്. ആൻഡ് സെയിം ടൈം തന്നെ അവിടെ ഇതൊക്കെ നോക്കിയിട്ട് ഒരു മാസ്ക് ഇട്ട ആൾ നിൽക്കുന്നത് നമ്മൾ കാണിക്കുന്നുണ്ട്. ആ ട്രാഷ് കൊണ്ടുവന്ന ട്രക്കൊക്കെ നേരെ ഒരു ഗോഡൗണിൻ്റെ ഉള്ളിലോട്ട് പോവാണ്. ഇതൊക്കെ കണ്ടിട്ട് മേളിലൊരു കൊച്ചു ചെറുക്കൻ ഇത് നോക്കി നിൽക്കുന്നതും കാണിക്കുന്നുണ്ട്. ഇവിടെ വെച്ചാണ് ആനിമയുടെ ഇൻട്രോ. അടുത്ത സീനിൽ ഈ ഗോഡൗണിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഒരു ഓഫീസർ ആണെങ്കിൽ ഒരു റൂമിൻ്റെ അകത്തുനിന്ന് നോയിസ് കേൾക്കുകയാണ്. എന്നിട്ട് അവിടെ പോയി നോക്കുകയാണ്. അപ്പം അതിൻ്റെ അകത്ത് ഒരാൾ ഇരിക്കുന്നതായിട്ട് കാണുവാണ്. ഇയാൾ പെട്ടെന്ന് തോക്കെടുത്തിട്ട്, നീ അല്ലേ ഈ ട്രാഷ് ചെയ്തത്, നിനക്ക് ഇവിടെ ഒന്നും കയറാൻ പറ്റില്ല എന്നറിയില്ലേ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അലാം ഓണാക്കുവാണ്. അപ്പം ബാക്കി ഓഫീസേഴ്സൊക്കെ അങ്ങോട്ട് ഓടി വരുവാണ്. ആൻഡ് അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് ഈ ചിക്കനാണെങ്കിൽ ട്രാഷ് എടുത്ത് അവരുടെ മേത്തെറിയുന്നുണ്ട്. അവരിവനെ ചേസൊക്കെ ചെയ്യുന്നുണ്ട്, ഫയറൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു ബുള്ളറ്റ് ആണെങ്കിൽ ജസ്റ്റ് ഇവനെ ഗ്രേസ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ഇവൻ അവിടെ നിന്ന് എസ്കേപ്പ് ആവാണ്. അടുത്ത സീനിൽ ഒരു സിറ്റിയാണ് കാണിക്കുന്നത്. അതിൻ്റെ സൈഡിൽ ഒരാൾ നിന്ന് ബുക്കിൽ എന്തൊക്കെയോ വരയ്ക്കുകയോ എഴുതുകയോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ രണ്ടുപേർ തമ്മിലുള്ള കോൺവെർസേഷനാണ് കേൾക്കുന്നത്. ഇന്നലെ ഒരു ട്രാഷ് റൈഡ് ഉണ്ടായിരുന്നു, നിങ്ങൾ അറിഞ്ഞായിരുന്നു? ആരാ ഈ ട്രാഷൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്? എനിക്കറിയാം, അതാ ട്രൈസോക്സ് തന്നെയാണ്. ഓ അയാൾ എന്ത് ഫിൽത്തിയാണ് എന്ന് അവിടെ നിൽക്കുന്ന അയാളെ നോക്കിയിട്ട് ഇവർ രണ്ടുപേരും കൂടെ പറയുവാണ്. ഈ സമയത്ത് അയാൾ നേരെ നടന്നു പോയിട്ട് ഒരു ഗേറ്റിൻ്റെ ഉള്ളിലോട്ട് കയറി പോകുന്ന കാണാം. അപ്പോഴാണ് ഈ സിറ്റിയുടെ ഓപ്പോസിറ്റായിട്ട് ഒരു സ്ലം ഏരിയ ഉള്ളത് നമ്മൾ കാണുന്നത്. അടുത്ത സീനിൽ സ്ലമ്മിൻ്റെ ഉള്ളിലെ രണ്ടുപേരും തമ്മിലുള്ള കോൺവെർസേഷനാണ് കേൾക്കുന്നത്. ഈ സിറ്റി ഫുള്ള് ട്രാഷ് റൈഡേഴ്സിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അത് ഇവൻ തന്നെയാണല്ലേ, ഇവൻ കാരണം നമുക്കിതിപ്പോൾ പ്രശ്നമാവുമല്ലോ. അപ്പോൾ അവിടേക്ക് ഒരു കുട്ടി വന്നിട്ട് ഇവനോട് ചോദിക്കുവാണ്, റൂഡോ നീ വീടും ട്രാഷ് എടുക്കാൻ പോയോ? ഇവളുടെ പേരാണ് ചിവ. സിറ്റി ഫോക്സ് ട്രാഷ് മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര പിക്കിയാണ്. അവരെങ്ങാനും നിന്നെ ക്യാച്ച് ചെയ്താലുണ്ടല്ലോ എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. നീ എന്തിനാണ് എപ്പോഴും പോയി ട്രാഷ് എടുക്കണം? അപ്പോൾ റൂഡോ പറയുകയാണ്, പണക്കാരെപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കളയുവാണ്, എനിക്കിത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റണില്ല. അതേപോലെ ഞാൻ ഇത് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ലിവിങ് എക്സ്പെൻസ് കവർ ചെയ്യാൻ ഉള്ള കാശും എനിക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നിനക്ക് ട്രാഷ് അത്ര ഇഷ്ടമല്ലേ? അത് അങ്ങനെയൊന്നുമല്ല. റൂഡോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വേറെ കുറച്ച് പിള്ളേർ വന്ന് റൂഡോനെ ബുള്ളി ചെയ്യുകയാണ്. അവനെ ഗ്ലൗസിനെയൊക്കെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ചിവ പറയുന്നുണ്ട്, നീ എന്തിനാ അവനിങ്ങനെ ബുള്ളി ചെയ്യുന്നത്? ഒന്നുമില്ലെങ്കിലും നമ്മളൊക്കെ ഒരേപോലെ അല്ലേ. അവന്മാരാണെങ്കിൽ അപ്പോൾ റൂഡോൻ്റെ അച്ഛനെയൊക്കെ പറ്റി മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ റൂഡോൻ്റെ അച്ഛൻ ഒരു ഹോമിസൈഡൽ മാനിയാക്കാണ്. ഈ സ്ലം ക്രിമിനൽസിനെ ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. സോ നമ്മളും അവനും തമ്മിൽ ഒരു ബന്ധമില്ല, നമ്മളും അവനും ഡിഫറെൻ്റ് ആണ്. അവൻ്റെ അച്ഛനെ പറ്റി ഇങ്ങനെ പറയുന്ന കേട്ടിട്ട് റൂഡോയ്ക്ക് ഭയങ്കര ദേഷ്യം വരുവാണ്. അപ്പോൾ അവന്മാരൊക്കെ പേടിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അവന്മാർ അവിടെ നിന്ന് പോയതിന് ശേഷം ചീവ ആണെങ്കിൽ റൂഡോനോട് പറയുന്നുണ്ട്, റൂഡോ നീ നിൻ്റെ അച്ഛനെ പോലെയൊന്നുമല്ല, നീ ഒരു പാവമാണ്, എനിക്ക് നിന്നെ വിശ്വാസമുണ്ട്, നിനക്ക് ആരെയും കൊല്ലാനൊന്നും പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് അവൾ ആ ടോയ് നോട്ടീസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൾ പെട്ടെന്ന് എക്സൈറ്റഡ് ആവുന്നു. അപ്പോൾ റൂഡോ പറയുന്നുണ്ട്, ശരിക്കും ഇത് സെയിലിൽ നിന്നും ഉള്ളതല്ല, ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി നിനക്കിത് ഇഷ്ടപ്പെടുമെന്ന്, അതുകൊണ്ട് ഇത് പറഞ്ഞു വരുമ്പോഴേക്കും അവളുടെ അമ്മ വരുന്നുണ്ട്. എന്നിട്ട് അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു. എന്നിട്ട് പോണ വഴിക്ക് അവരാണെങ്കിൽ റൂഡോൻ്റെ കൂടെ സംസാരിക്കുന്നതിനുള്ള വഴക്കൊക്കെ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ് റൂഡോൻ്റെ വീട്ടിലോട്ട് പോവാണ്. ഞാൻ തിരിച്ചു വന്നു എന്ന് പറയുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന ആളാണെങ്കിൽ റൂഡോനെ കുറെ കളിയാക്കുന്നുണ്ട്, ചിവയുടെ പേരൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ റൂഡോ ചോദിക്കുന്നുണ്ട്, റെക്ടോ നിങ്ങളെല്ലാം കേട്ടോന്ന്. പുള്ളിയാണെങ്കിൽ പറയുവാണ്, റൂഡോ നീ നിൻ്റെ ഫീലിങ്സിൽ ക്ലിയർ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് റൂഡോയ്ക്ക് അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് റെക്ടോ റൂഡോനോട് ഇന്നത്തെ റെയ്ഡിനെ പറ്റിയൊക്കെ ചോദിക്കുവാണ്. റെക്ടോ പറയുന്നുണ്ട്, നീ റിസ്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ല, നീ വലുതാവുന്നവരെ ഞാൻ നിന്നെ നോക്കിക്കോളാം. റിസ്ക് ഒന്നുമല്ല, അവരെന്നെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ ലാസ്റ്റ് നൈറ്റ് കണ്ടില്ലേ, എനിക്ക് മനസ്സിലാവും നീ എന്നാ ചിന്തിക്കുന്നില്ല. നമ്മൾ ബ്ലഡ് റിലേറ്റഡ് ഒന്നുമല്ല, പക്ഷെ നമ്മളും ഫാമിലി വേണ്ടാണ്. സോ നീ എനിക്ക് കടപ്പെട്ട പോലെ ആക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. റെക്ടോ നീ ഒരു ചൈൽഡ് ആയിരിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ നീയാണ് എന്നെ എടുത്ത് വളർത്തിയത്. ഞാനങ്ങനെ ഓവ് ചെയ്യുന്ന പോലൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, പക്ഷെ നീ എൻ്റെ ഫാമിലിയാണ്, സോ ഞാൻ നിന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. റെക്ടോ വീണ്ടും ചിവയുടെ കാര്യം പറഞ്ഞ് റൂഡോനെ കളിയാക്കുവാണ്. അപ്പോഴാണ് റൂഡോൻ്റെ കയ്യിലെ വൂണ്ട് റെക്ടോ ശ്രദ്ധിക്കുന്നത്. റെക്ടോ പറയുന്നുണ്ട്, നീ വാ, അത് ഞാൻ ക്ലീൻ ചെയ്തു തരാം, അതുപോലെ നിൻ്റെ കയ്യിലെ ഗ്ലൗസ് മാറ്റി അതിൻ്റെ ബാൻഡേജും നമുക്ക് ചേഞ്ച് ചെയ്യാമെന്ന്. അപ്പം റൂഡോ ആണെങ്കിൽ പറയുന്നുണ്ട്, ഇത് റൂഡോൻ്റെ ഫാദർ അബ്യൂസ് ചെയ്തതാണ്. റെക്ടോ റൂഡോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വലിയ കുറ്റങ്ങൾ ചെയ്തവരെയാണ് ഡെത്ത് സെൻറ്റൻസിനെ വിധിച്ചിട്ട് ആ പിറ്റിലോട്ടെടുത്ത് എറിയുന്നത്. അത് പണ്ട് തൊട്ടുള്ള സിറ്റിയുടെ നിയമമാണ്. നിൻ്റെ അച്ഛനെ അതുപോലെ അവർ പിറ്റിലെറിഞ്ഞതാണ്. സോ നീ ഒരു കാര്യം ചെയ്യണം, നിന്നെയും നിനക്കിഷ്ടപ്പെട്ട എല്ലാത്തിനെയും നീ കെയർ ചെയ്യണം.
അടുത്ത സീൻ റൂഡോയുടെ വോയിസ് ഓവറാണ്. എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ടേ എൻ്റെ കൈ ഇതുപോലാണ്. ചില സമയത്ത് നല്ല വേദന ഉണ്ടാവാറുണ്ട്. ഒരു കുഞ്ഞായിരിക്കുന്ന സമയത്ത് ആൾക്കാരൊക്കെ എന്നെ നോക്കിയിരുന്ന് കണ്ടിട്ട് അതെന്നെ കുറേ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് റെക്ടോ എനിക്ക് ഗ്ലൗസ് തന്നത്. ഇത് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴേ ഇതേപോലെയാണ്. പക്ഷേ ഇതെൻ്റെ വേദനയെ കുറേ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് റീപേ ചെയ്യാൻ പറ്റുന്നതിലും വലുതായിട്ട് ഞാൻ റെക്ടോയ്ക്ക് ഇപ്പോഴും കടപ്പെട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ വീണ്ടും റെക്ടോ ചിവയുടെ കാര്യം പറഞ്ഞ റൂഡോനെ കളിയാക്കുന്നുണ്ട്. ഇതേ ടൈം തന്നെ ഇവരുടെ വീടിൻ്റെ വെളിയിൽ നിന്ന് ആ മാസ്ക് ഇട്ട ആൾ ഇവരെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണിക്കുന്നു. പിറ്റേന്ന് റൂഡോ ചിവയ്ക്ക് ആ ടോയ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അവൻ ആ പിറ്റിൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട്. പിറ്റെന്ന് പറയുന്നത് ട്രാഷ് ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. എല്ലാ ട്രാഷും അതേപോലെ ക്രൈംസ് ചെയ്ത ക്രിമിനൽസും അവസാനം വന്നെത്തുന്നത് ഈ സ്ഥലത്താണ്. ഈ പിറ്റിലോട്ട് തന്നെയാണ് എൻ്റെ അച്ഛനെയും എടുത്തിട്ടുള്ളത്. ഈ ഡാർക്ക്നെസ് ആണ് എൻ്റെ അച്ഛനെയും സോൾവ് ചെയ്തത്. ഈ പിറ്റിൽ വീഴുന്ന ഒരാൾക്ക് പിന്നെന്തായിരിക്കും സംഭവിക്കുക? റൂഡോ ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടോട്ട് ചിവ വരുവാണ്. റൂഡോ, നിന്നെ അങ്ങനെ എപ്പോഴും ഈ ഏരിയയിലൊന്നും കാണാറില്ലല്ലോ. അവർ ഇന്ന് വേറൊരു ക്രിമിനലിനെ പിറ്റിലോട്ട് എറിയുവാണല്ലേ. ഇത് ഭയങ്കര മോശമാണ്. നമ്മളീ താമസിക്കുന്ന സ്ലം വെച്ച് നോക്കുമ്പോൾ അതും ഇതും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമല്ല. ഞാൻ കേട്ടിട്ടുണ്ട് നമ്മളെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത് തന്നെ നമുക്കൊരു റിമൈൻഡർ പോലെ തരാൻ വേണ്ടിയിട്ടാണ്. നമ്മളിനി എന്തെങ്കിലും മോശം കാര്യങ്ങൾ ചെയ്താൽ നമ്മളും ആ പിറ്റിൽ പോകുന്നു ഒരു റിമൈൻഡറിന് വേണ്ടിയിട്ട്. ഇവിടെയുള്ള എല്ലാവരും എക്സിക്യൂഷൻ കാണണം. അതിന് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. റൂഡോ, നിന്നെ അവിടെ എറിയുന്നത് എനിക്ക് കാണണ്ട. എനിക്കറിയാം എല്ലാ ട്രാഷും അങ്ങനെ പിറ്റിൽ പോകേണ്ടതല്ലാണ്. പക്ഷേ നീ അതിനു വേണ്ടി നിൻ്റെ ലൈഫ് റിസ്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. പിടിക്കപ്പെട്ട അവർ ശരിക്കും നിന്നെ പിറ്റിലോട്ട് അറിയാം. റെക്ടോ ഇത് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത്. അവന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നിന്നെപ്പറ്റി ഓർത്ത് വേറെ ചെയ്യുന്നത്. അപ്പോഴാണ് ചിവയ്ക്കും റൂഡോനെ ഇഷ്ടമാണെന്ന് റൂഡോയ്ക്ക് മനസ്സിലാകുന്നത്. ഇത് കണ്ടിട്ട് ചിവയാണെങ്കിൽ ബ്ലഷൊക്കെ ആവുന്നുണ്ട്. റൂഡോ പെട്ടെന്ന് തൻ്റെ കയ്യിലിരിക്കുന്ന ടോയ് ചിവയ്ക്ക് കൊടുക്കുകയാണ്. ഇത് കണ്ടപ്പോൾ നിനക്കിത് ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നി. മേ ബി ഇത് ട്രാഷ് ആയിട്ട് നിനക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, പക്ഷേ ഇത് നിൻ്റെ കൂടെ ഇരുന്നാൽ ഹാപ്പി ആയിരിക്കുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് നിനക്ക് തരുന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഞാനിത് നല്ലപോലെ ട്രഷർ ചെയ്യും. ഇത് കേട്ടിട്ട് റൂഡോ ഭയങ്കരമായിട്ട് ബ്ലഷ് ആവുകയാണ്. എന്നിട്ട് ഇതിപ്പോൾ തന്നെ എനിക്ക് റെക്ടോൻ്റെ അടുത്ത് പറയണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്ന റൂഡോ ആണെങ്കിൽ കുറച്ച് ഓഫീസേഴ്സിനെയൊക്കെ തട്ടിയിടുന്നുണ്ട്. എന്നിട്ട് റൂഡോ ആലോചിക്കുന്നുണ്ട് ഇവരൊക്കെ എന്താ ഇവിടെ. ലാസ്റ്റ് റൂഡോ ആണെങ്കിൽ റൂഡോൻ്റെ വീടെത്തുവാണ്. അവിടെ ചെല്ലുന്ന റൂഡോ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ റെക്ടോൻ്റെ മുകളിൽ 2 ദിവസം കൊണ്ട് നമ്മൾ കാണുന്ന ആ മാസ്ക് ഇട്ട ഫേസ് കയറി ഇരുന്നിട്ട് റെക്ടോനെ കുത്തി കൊല്ലുവാണ്. റൂഡോ ആണെങ്കിൽ ഇത് കണ്ടിട്ട് പേടിച്ചിട്ട് അടുത്തോട്ട് പോകുന്ന സമയത്ത് ഒറ്റയടിയിൽ റൂഡോനെ അടിക്കുന്നുണ്ട്. റൂഡോൻ്റെ ബോധം തന്നെ പോകുന്നുണ്ട്. മരിക്കാറായി കിടക്കുന്ന റെക്ടോ ആണെങ്കിൽ റൂഡോനോട് സംസാരിക്കുകയാണ്. റൂഡോ, നീ ഈ പ്ലേസിനെ നന്നാക്കണമെന്ന് ഒരു 2-3 ടൈംസ് റിപ്പീറ്റ് ചെയ്ത് പറയണം. എന്നിട്ട് റെക്ടോ മരിക്കുവാണ്. റൂഡോ ആണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് നിൽക്കുന്ന സമയത്ത് അവിടോട്ട് ആ ഓഫീസേഴ്സ് വരുവാണ്. എന്നിട്ട് റൂഡോനെ മർഡറിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യുവാണ്. റൂഡോ പറയുന്നുണ്ട് ഞാനല്ല ഇത് ചെയ്തതെന്ന്. അവരോട് പോകാൻ തയ്യാറാകാത്തതിന് റൂഡോനെ അവർ അറ്റാക്കൊക്കെ ചെയ്യുന്നുണ്ട്. കണ്ണ് തുറക്കുന്ന റൂഡോ കാണുന്നത് ആ പിറ്റിന് മുകളിൽ കെട്ടിയിട്ടേക്കുന്ന റൂഡോനെയാണ്. റൂഡോ ആണെങ്കിൽ അവിടെ നിന്ന് പറയുന്നുണ്ട് ഇത് ഞാനൊന്നും അല്ല ചെയ്തതെന്ന്. പക്ഷെ ആരും റൂഡോനെ വിശ്വസിക്കുന്നില്ല. മുകളിൽ നിന്നിട്ട് നോക്കുന്ന റൂഡോ ആണെങ്കിൽ ഇങ്ങനെ കുറേ ആൾക്കാർ കാണുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അവൻ ചീവനെയും കാണുകയാണ്. എന്നിട്ട് അവിടെ നിന്നിട്ട് പറയുന്നുണ്ട് ചീവ, റെക്ടോ മരിച്ചു, നീയാണ് കില്ലറിനെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ചീവ പറയുകയാണ് ഞാൻ നിന്നെ വിശ്വസിച്ചിരുന്നു, പക്ഷേ നീ ശരിക്കും വേടാണ്, നീ ഒരു മർഡറിൻ്റെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് കയ്യിലിരിക്കുന്ന ടോയിനെ അവിടെ ഇട്ടിട്ട് ചീവ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് റൂഡോ പറയുവാണ് നിങ്ങളൊക്കെ വേർത്ത്ലെസ് ആയിട്ടുള്ള ആൾക്കാരാണ്, നിങ്ങളെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ. നിങ്ങളെയെല്ലാം ഞാനെന്ന് പറയുമ്പോഴേക്കും മറ്റേ മാസ്ക് ഇട്ട അയാളെ ഇതിൻ്റെ ഇടയിൽ റൂഡോ കാണുവാണ്. സെയിം ടൈം റൂഡോനെ ഇവർ നേരെ പിറ്റിലോട്ട് എറിയുവാണ്.
കണ്ണുറന്ന് നോക്കുന്ന റോഡാണെങ്കിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവുകയാണ്. ഇത് ഏതാ സ്ഥലം, ഞാൻ ആ പിറ്റിയുണ്ട്, പിന്നെ എന്താ സംഭവിച്ചത്, ഇവിടെ ഫുൾ ഗാർബേജ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്നാണെങ്കിൽ ഭയങ്കര ലൗഡായിട്ടൊരു നോയ്സ് കേൾക്കുന്നുണ്ട്. ഒരു ക്രിയേച്ചർ പോലത്തെ എന്തോ വരുന്ന പോലെ. ഇത് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ്.